എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പുറകിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്മിന സാക്കിറിൻ്റെ പുതിയ വീഡിയോയെക്കുറിച്ചാണ്. ഈ എത്തിനോട്ടം എന്ന ലെവലിലാണ് ഫസ്മിന എല്ലാവരെയും പുച്ഛിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഫസ്മിനയുടെ വീഡിയോയിൽ എല്ലാവരും കൂടി എത്തി നോക്കിയിട്ട് അതിനകത്ത് എന്തുണ്ട് എന്തില്ല എന്നൊക്കെ നോക്കിയിട്ട് അത് വെച്ച് സംസാരിക്കും. ഫസ്മിനയുടെ അഭിപ്രായം പറഞ്ഞാണ്, പക്ഷേ വേറെ ആരും ആ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതങ്ങ് അംഗീകരിച്ചോണം. ഇതാണ് അയമ്മയുടെ ഒരു രീതി. അപ്പോൾ ഫസ്മിന പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. നമുക്കെന്തായാലും വീഡിയോ കണ്ട് തന്നെ സംസാരിച്ച് പോകാം. അതല്ലേ അതിൻ്റെ ഒരു ഇത്. ചില കൊണയടി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. എന്താണ് അതൊക്കെ എന്നൊന്ന് അറിയണ്ടേ. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഹൈപ്പ് കൊടുക്കാൻ മറന്നു പോലെ. കാരണം ഹൈപ്പ് കൊടുത്താൽ മാത്രമേ ഫസ്മിനയുടെ അടുത്ത് ഈ വീഡിയോ എത്തത്തുള്ളൂ. ഫസ്മിന നമ്മുടെ പാവപ്പെട്ട ചാനലൊന്നും പെട്ടെന്ന് നോക്കിന്ന് വരില്ല. അപ്പോൾ ഫസ്മിനയുടെ അടുത്ത് ഈ വീഡിയോ ഒന്ന് എത്തിക്കണം. എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, ഫസ്മിനോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോ ആണെന്ന് എനിക്കറിയാം. പ്രതീക്ഷ വേറെ ഒന്നും കൊണ്ടല്ല, എത്തി നോക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ആൻഡ് അയ്യോ, ഞാൻ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് വിചാരിച്ചാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറഞ്ഞു, താൻ എന്തിനാണ് ഇങ്ങനെ കോമഡി ആയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതെന്ന്. ടു ബി ഹോണസ്റ്റ്, ഞാൻ കോമഡി ആയിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ എല്ലാ കാര്യവും പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈലിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈ ബേസിക് ക്യാരക്ടർ. ഞാൻ ഒരു കാര്യം അത്ര സീരിയസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ബട്ട് അതാണ് പ്രശ്നം. ലൈഫ് പോലും സീരിയസ് ആയിട്ട് എടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഫസ്മിനയ്ക്ക് ഉണ്ടെന്ന് ഫസ്മിന തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ? ലല്ലുമായിട്ടുള്ള വിഷയത്തിനകത്തും അതൊക്കെ ഫസ്മിനയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ കൈപ്പത്തി തന്നെ ഇല്ല. അപ്പോഴാണ് നമ്മൾ വന്നിരുന്നിട്ട് ഒരു വിരലില്ലാത്തവനെ കുറിച്ച് അപരാധം പറയുന്നത്. അക്ബറിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്ബറിൻ്റെ വിഷയത്തിനകത്ത് അക്ബർ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അക്ബർ ഈ പറയുന്ന പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്മിന പറയുന്നു ഫസ്മിനെ അല്ല ഈ ചാറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. വേറെ ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. സംസാരിക്കുന്ന കേട്ടിട്ട് വരാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ കള്ളം പറയാണ്, ഞാൻ വെറുതെ പറയാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. കേട്ടു നോക്കാം. ഈ വീഡിയോ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാം. അങ്ങനെ എല്ലാ കാര്യവും നമുക്കങ്ങനെ കോമഡി ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ ആക്ച്വലി 2 ദിവസം മുന്നേ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല, തിരക്കായിപ്പോയി. ഇപ്പോഴും തിരക്ക് തന്നെയാണ്. പക്ഷേ ഫാൻസ് രോക്ഷാകുലരാണ്. എന്ത് ചെയ്യാനാണ്, നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ. ആരാത്? ഫാൻസോ? ഫസ്മിനയ്ക്കും ഫാൻസ്? ഓക്കെ, ഗ്രേറ്റ്, നല്ല കാര്യം. ഫാൻസൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഫാൻസ് ആരെയാണോ ആരാധിക്കുന്നത് അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫാൻസാണ് നല്ലത്. അല്ലാതെ നീ അങ്ങനെ പറയടി, നീ അവരെ അങ്ങനെ പറയണം, നീ അതങ്ങനെ ചെയ്യണം എന്ന് പറയുന്നവരൊന്നും ഫാൻസ് അല്ല. നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വലിയൊരു ഉത്തുംഗ ശൃംഗത്തിൽ കൊണ്ട് വിട്ടിട്ട് അല്ലെങ്കിൽ ഇരുത്തിയിട്ട് നേരെ പുറകിൽ നിന്ന് കൈയും എടുത്ത് കളയും. ഉച്ചി കുത്തനെ താഴെ ഒന്ന് വീഴും. ഉച്ചി കുത്തനെ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം മര്യാദയുള്ള വാക്കാണെന്ന് തോന്നുന്നല്ലേ? വേറൊരു വാക്കാണ് പറയേണ്ടത്, അത് ഞാൻ പറയുന്നില്ല. ഫാൻസ് രോക്ഷാകുലർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചിലരുടെ PR ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും നാൾ കണ്ടു വരാത്ത കുറേ കുത്തിപ്പൊക്കലുകൾ, കുറേ വീഡിയോസ്, കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കുറേ ഇൻഫ്ലുവൻസേഴ്സ് സ്വന്തമായിട്ട് വിളിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണല്ലോ ട്രെൻഡ്. അപ്പം അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വന്തമായിട്ട് വിളിക്കുന്നോ? അത് ഫസ്മിനെ തന്നെ പറയുന്നൊരു കാര്യമല്ലായിരുന്നോ? ഇൻഫ്ലുവൻസർ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുക, ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുക, ഡേറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികളുള്ള വ്യക്തിയല്ലേ ഫസ്മിന. അപ്പോൾ ഫസ്മിനയല്ലേ ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ആസ് എ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഫസ്മിന തന്നെയല്ലേ? ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് വീഡിയോ ചെയ്തത് കഴിഞ്ഞ 2 ദിവസം മുന്നേ. ഞാൻ എൻ്റെ ഡേവ് ഡി കോഡ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ശരിക്കും ആക്റ്റീവായിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. ഈ ഫസ്മിനയുടെ വീഡിയോ മുതലാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എന്നെയാണോ ഇനി ഉദ്ദേശിച്ചത്? ആയിരിക്കുമല്ലേ? അതോ അല്ലേ? അറിയില്ല ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന്. നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല കേട്ടോ. ഫസ്മിന അടുത്തൊരു വേർഷനുമായിട്ട് വരുന്നുണ്ട്. അതായത് ഫസ്മിനയ്ക്കെതിരെ സംസാരിച്ചവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ഫസ്മിന വരുന്നുണ്ട്. അത് കുറച്ച് കത്തും. കണ്ടൻറ്റേ. ഫസ്മിനയ്ക്കും കണ്ടൻറ്റ്, നമുക്കും കണ്ടൻറ്റ്. ഫസ്മിന പറയുന്നു, നമ്മൾ റിയാക്ട് ചെയ്യുന്നു, ഫസ്മിന പറയുന്നു. ഇങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. നോക്കാൻ ബാക്കി ആൾക്കാരൊക്കെ വന്ന് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പോകുന്നുണ്ട്. അപ്പം ഐ തോട്ട് ഐ ഷുഡ് ഡു എ വീഡിയോ, അല്ലേ? അതല്ലേ എൻ്റെ ഇത്. അതെ. വീഡിയോ ചെയ്താൽ മാത്രമല്ലേ റീച്ച് ഉണ്ടാവുള്ളൂ. റീച്ച് ഉണ്ടായാലല്ലേ കാശ് കിട്ടുകയുള്ളൂ, റവന്യൂ വരുള്ളൂ, വ്യൂസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ തന്നെ ചെയ്യണം. അക്ബറിൻ്റെ വിഷയം ഉണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് പകരം അക്ബറിൻ്റെ ഫിയാൻസിയായ കുട്ടീനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവരോട് കാര്യം പറഞ്ഞെങ്കിൽ ഇത് ഇരു ചെവി അറിയാണ്ട് അവസാനിക്കുമായിരുന്നു. പക്ഷേ ഫസ്മിനെ സംബന്ധിച്ച് ഫസ്മിനിക്ക് കോണ്ടൻറ്റ്, റീച്ച്, ഇൻകം ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് അത് വീഡിയോ ആക്കി മാറ്റി. അതിന് ആരോപിച്ച തെറ്റെന്താണ്? ഒരു പാർട്ട്ണർ ഇരിക്കവേ മറ്റൊരാളെ തേടിപ്പോയി അക്ബർ.
പക്ഷെ അവിടെ അക്ബർ തേടിപ്പോയതാണോ? അക്ബറിലേക്ക് മെസ്സേജ് വന്നു, അക്ബർ മറുപടി കൊടുത്തു. അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് അക്ബർ തന്നെയാണ്. ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ഇവിടെ ഞാൻ അക്ബറിനെ വെളുപ്പിക്കാനൊന്നല്ല വന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അക്ബറിനെ ബിഗ് ബോസിൽ വെച്ച് എനിക്കങ്ങനെ അത്ര താല്പര്യമുള്ള വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ബിഗ് ബോസിന് ശേഷം ഇവിടുത്തെ PR-ൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്തോന്നറിയും, ബിഗ് ബോസ് കഴിഞ്ഞില്ലേ? എനിക്കതറിയില്ല. ഇപ്പോഴും PR ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടോയെന്നുള്ളത്. PR-ൻ്റെ വഴി നോക്കി പോകില്ലേ? ലൈഫ് ലോങ് PR-നെ കൊണ്ട് നടക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ബാക്കി ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് രോക്ഷാകുലിയായിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്കിൽ ഞാനിപ്പോൾ വിളിക്കുന്നത് കുറ്റം ചെയ്യുന്നവരുടെ ബുക്ക്, അല്ലെങ്കിൽ കുൽസിത ബുക്ക് ഞാൻ വിളിക്കുന്നില്ല, കുറ്റകൃത്യം നമുക്ക് പറയാം. കുൽസിതം എന്നുള്ള വാക്ക് നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്മിനയുടെ കുറ്റങ്ങൾ എഴുതി തന്നെ ആ ബുക്ക് തീരുമല്ലോ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എഴുതി വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്ക്. ഫസ്മിനയ്ക്ക് ഒരു ബുക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അല്ലേ? അപ്പോൾ അതിന് എത്ര ബുക്കായിട്ടുണ്ടോ ഇപ്പോൾ? 1, 5, 10 അതോ കണക്കില്ലേ? അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ. സോ ഞാൻ അക്ബറിൻ്റെ വിഷയം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ദർ വേർ എ ലോട്ട് ഓഫ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം വീഡിയോസ്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ആസ് ഇൻ ലൈക്ക് എൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പെർസ്പെക്റ്റീവ് അല്ലാണ്ട് തെക്കും വടക്കം രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ പേര് സ്റ്റോറി ഇടുന്നത് കണ്ടു, മെൻഷൻസ് കണ്ടു, റീൽസ് കണ്ടു. എൻ്റെ ആസ്പെക്റ്റിൽ ചിന്തിക്കാത്തവരെല്ലാം തെക്കും വടക്കും ചിന്തിക്കുന്നവർ, അതായത് വെടക്കാട് ചിന്തിക്കുന്നവർ. ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഫസ്മിനയുടെ ഒരു ചിന്ത ഉണ്ടാവും, അല്ലെ ആ ഒരു രീതി ഉണ്ടാവും. പക്ഷേ എല്ലാവരും അതുപോലെയൊക്കെ ചിന്തിക്കണം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാത്തവരെല്ലാം വെടക്കുകളാണോ? തെക്ക് വടക്ക് ചിന്തിക്കുന്നവർ. തനിക്ക് തൻ്റെ അഭിപ്രായം ഉള്ളതുപോലെ മറ്റുള്ളവർക്കും അഭിപ്രായം ഉണ്ടാവില്ലേ? പിന്നെ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, എത്തിനോട്ടം. തൻ്റെ വീട്ടിൽ വന്ന് എത്തി നോക്കിയിട്ടില്ല ആരും. ഫസ്മിനയുടെ യൂട്യൂബ് ചാനൽ, അതായത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടിട്ട ഒരു വീഡിയോയെ എടുത്തു വെച്ച് മറ്റുള്ളവർ റിയാക്ട് ചെയ്തു, ഇൻക്ലൂഡിങ് മീ, വിത്ത് എവിഡൻസ് എടുത്തു വെച്ച് സംസാരിച്ചു. അതെങ്ങനെ എത്തിനോട്ടമാവുന്നത്? അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു പ്രൈവറ്റായ ഒരു ചാറ്റ് തനിക്ക് കിട്ടിയപ്പോൾ താൻ എടുത്ത് എക്സ്പോസ് ചെയ്തത് എത്തിനോട്ടത്തിൻ്റെ ഭാഗമല്ലായിരുന്നോ? എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ, അത് മാറ്റാൻ വേണ്ടി വേറൊരുത്തൻ്റെ ലൈഫിനെടുത്ത് വെച്ച് അമ്മാനമാടുന്നു. അതാണ് ഫസ്മിന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് അവസാനിച്ചു, പറ്റാഞ്ഞിട്ട് പിന്നെയും അതിനെ റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നു. ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാരെടുത്ത് വെച്ച് സംസാരിക്കും. തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഫസ്മിന പറയുന്നുണ്ട്, ഫസ്മിന അല്ല ആ പെൺകുട്ടി, പിന്നെ ആരാണ് എന്ന് ഫസ്മിന വെളിപ്പെടുത്തണം. തൻ്റെ നേരൊരു അലിഗേഷൻ വന്നേക്കാണ്, താനാണ് ആ പെൺകുട്ടി. അത് ഞാനാണ് പറഞ്ഞത്, താനാണ് ആ പെൺകുട്ടി, ആ ചാറ്റ് ചെയ്ത പെൺകുട്ടി താനാണ്. കാരണം എറൗണ്ട് ഒരേ സമയത്താണ് ഈ ചാറ്റിംഗ് എല്ലാം നടക്കുന്നത്. ഫസ്മിന കാണിച്ച സ്ക്രീൻഷോട്ടിലെ ചാറ്റും ഫസ്മിന അക്ബറിന് അയച്ച വാട്സാപ്പിലെ ചാറ്റും ഏകദേശം ഒരേ സമയത്ത് നടക്കുന്നത്. പെൺകുട്ടി അക്ബറിനോട് ചാറ്റ് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഫസ്മിനയ്ക്ക് അയക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഫസ്മിനയ്ക്ക് അയക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഫസ്മിനയ്ക്ക് അയക്കുന്നു. അവസാനം ഫസ്മിന നമ്പർ എടുത്തിട്ട് അക്ബറിന് വാട്സപ്പ് ചെയ്യുന്നു. അങ്ങനെയാണോ സംഭവിച്ചത്? ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ ഫസ്മിന ആണ് ചാറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഫസ്മിനയുടെ അടുത്തിരുന്നുകൊണ്ട് വേറൊരു പെൺകുട്ടി. ഈ 2 പോസിബിലിറ്റിയാണ് അതിനുള്ളത്. ഫസ്മിനയാണെന്ന് പറയാനുള്ള മറ്റൊരു റീസൺ, സിംഗിൾ സ്ക്രീൻഷോട്ട്സ് ആണ് എല്ലാം. ഓരോ മെസ്സേജിന് ഓരോ സ്ക്രീൻഷോട്ട് അങ്ങനെയാണ് കാണിച്ചത്. അത് ഫസ്മിനയുടെ രീതിയാണ്. ഫസ്മിനയുടെ മുന്നത്തെ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുമിച്ച് കാണിക്കത്തില്ല, 1 by 1 ആയിട്ട് കാണിക്കത്തുള്ളൂ. അത് ഫസ്മിനയുടെ മാത്രം ഒരു ട്രേഡ് സീക്രട്ടാണ്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഫസ്മിനയാണ് ചാറ്റ് ചെയ്തത്, മറ്റൊരാളല്ല, മറ്റൊരു പെൺകുട്ടിയല്ല. അല്ലെങ്കിൽ ഫസ്മിന പറയണം ഏത് പെൺകുട്ടിയാണ്, ആരാണത്. അതിന് പറയാൻ പറ്റാത്തതിന് റീസൺ ഫസ്മിന പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഞാൻ കാണുന്നില്ല എന്ന് നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ കാണുന്നുണ്ട്, വരുന്ന തെറിവിളികളും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. സോ കാണുന്നില്ല, ഞാൻ കള്ളമൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം. സന്തോഷം, കാണുന്നുണ്ടല്ലോ, കാണണം, എല്ലാം കാണണം, കണ്ടിട്ട് വേണം സംസാരിക്കാൻ. ഞങ്ങളും കണ്ടു. ഫസ്മിനയുടെ അക്ബറിനെ എക്സ്പോസ് ചെയ്ത വീഡിയോ 2 പ്രാവശ്യം കണ്ടു കേട്ടോ. 2 പ്രാവശ്യം കണ്ടു, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം കണ്ടു. ഈ 2 പ്രാവശ്യം കണ്ടപ്പോഴും ഒരേപോലത്തെ കാര്യമാണ് മനസ്സിലായത്. ഫസ്മിന ലല്ലുമായിട്ട് ബ്രേക്കപ്പ് ആയത് ലല്ലുവിന് ഒന്നിലധികം റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ്. അതും ടിൻഡറുമായിട്ട് കണക്റ്റഡ് ആണല്ലോ സാധനം. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നാട്ടിലുള്ള ആണുങ്ങളെല്ലാം അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഫസ്മിന ഇറങ്ങി. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. ഒരു പാർട്ട്ണർ ഇരിക്കവേ മറ്റൊരാളെ തേടി പോകുന്നത് ശരിയല്ല. ആ അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. പക്ഷേ ഇവിടെ അയാൾ തേടിപ്പോയതല്ല, അയാളിലേക്ക് വന്ന മെസ്സേജ് അയാൾ റിപ്ലൈ കൊടുത്തു, അതിനകത്ത് നമ്പർ കൊടുത്തൊക്കെ തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തെറ്റാണ്. മോശമായിട്ട് ചാറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഫസ്മിന ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അക്ബറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അക്ബർ ആണ് ചെയ്തതെങ്കിൽ ഇപ്പോഴും നമുക്കറിയില്ല അത് ആരാണ് ചാറ്റ് ചെയ്തെന്നുള്ളത്. ഫസ്മിന പറയുന്നു അക്ബറാണ് ചാറ്റ് ചെയ്തത്, അക്ബറിൻ്റെ പ്രൊഫൈലിൽ നിന്ന് വന്നു, അതുകൊണ്ട് അക്ബർ ചാറ്റ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരേപോലെ ആ പെൺകുട്ടിയും തെറ്റുകാരിയല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അക്ബർ മാത്രം എങ്ങനെ തെറ്റുകാരനാവും? അക്ബറിൻ്റെ പേര് മാത്രം എങ്ങനെ പുറത്തു വരും? ആ പെൺകുട്ടി ആരാണെന്നും കൂടെ പറയാനുള്ള മര്യാദ ഫസ്മിന കാണിക്കണമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ബാക്കി കാരണം ഇപ്പം എൻ്റെ വിഷയം അതല്ല. ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റയർലി സ്ട്രൈറ്റ്ലി ഡിഫറെൻ്റ് എന്ന് പറയത്തില്ല, ബട്ട് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ പെർസ്പെക്റ്റീവ്. എൻ്റെ പെർസ്പെക്റ്റീവ് മാറി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല, നിങ്ങൾ അതെൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ ചില ക്രിയേറ്റേഴ്സിനെ പോലെ അത് മാറത്തില്ല. ഈ നായയുടെ പാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കത്തുള്ളൂ, നിവരത്തില്ല.
താൻ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തെളിവ് സഹിതം കാണിച്ചാലും ചില ആൾക്കാർ പറയും, ഏയ് തെറ്റല്ല, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറയും. ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് മാറ്റി പറയുന്ന സ്വഭാവം എനിക്കില്ല. ഐ സ്റ്റിക്ക് ഓൺ ടു വാട്ട് ഐ ബിലീവ്. അതിനിപ്പോൾ ആരെന്ത് വന്ന് തെറി വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ അതേപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് മാറാൻ പോകുന്നില്ല. ഹാവിങ് ടിൻഡർ വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്, ഞാനതിൽ ഇപ്പോഴും എനിക്കത് മ്ലേച്ഛകരമായിട്ട് തന്നെ തോന്നുന്നത്. അത് മാറും എന്ന് ഇവിടെ വന്ന് അത് ഇവിടെ മാറ്റി പറയാൻ പോയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സോറി പറയാൻ പോയിരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ആ വിചാരം കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം അങ്ങനെ ഒരു വിചാരമോ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പോലും വരത്തില്ല. അപ്പം നമുക്ക് ഒരു പോസ്റ്റിലോട്ട് പോകാം. സോ ഇത് അക്ബർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റായിരുന്നു. ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിൽ പോലും ഞാൻ കാണിക്കുവാണ്, നീ കാണാത്തവരുണ്ടെങ്കിൽ. സോ ഈ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, യൂട്യൂബർ ഹാസ് റിലീസ്ഡ് എ വീഡിയോ കണ്ടെയ്നിങ് സെവറൽ ഫോൾസ് ആൻഡ് ബേസ്ലെസ് അലിഗേഷൻ അഗെയിൻസ്റ്റ് മീ ആൻഡ് എനിക്കെതിരെ ഡിഫമേഷൻ്റെ രീതിയിൽ കേസ് കൊടുക്കുകയാണ്. ദ ട്രൂത്ത് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, ഐ അപ്രിഷിയേറ്റ് യുവർ പോസ്റ്റ്, എനിക്ക് പോസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഫോൾസ് ആൻഡ് ബേസ്ലെസ് അലിഗേഷൻ ആണെങ്കിൽ മാത്രമേ ഡിഫമേഷൻ കേസ് വർക്ക് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഡിഫമേഷൻ കേസ് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ഇവിടെ വന്നിരുന്ന ഫോൾസ് അലിഗേഷൻ നടത്തിയിട്ടില്ല. ഞാനൊരു കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വന്ന് സംസാരിക്കത്തുള്ളൂ. ബിക്കോസ് മറ്റാരെക്കാളും എനിക്ക് ഡിഫമേഷൻ കേസിനെ പറ്റി നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്ന ഹസ്ബൻഡിക്ക് അറിയാത്തതായിട്ട് ഈ ഭൂലോകത്തൊന്നുമില്ല കേട്ടോ. ടിൻഡറിനെ കുറിച്ചറിയാം, ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചറിയാം, ഫോൾസ് അലിഗേഷനെ കുറിച്ചറിയാം, ഡിഫമേഷൻ കേസിനെ കുറിച്ചറിയാം, എല്ലാ കാര്യങ്ങളും ഫസ്മിനെ മോൾക്ക് അറിയാം. ശരിക്കും നമ്മളൊക്കെ ഗുരുസ്ഥാനത്ത് കാണേണ്ട വ്യക്തിയാണ് ഫസ്മിന. എനിക്ക് ഡേറ്റിംഗ് ആപ്പ് എന്താണെന്ന് അറിയില്ല കേട്ടോ, തുറന്നു പറയാമല്ലോ. ഞാൻ അതിനകത്ത് നോക്കിയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. കുറേ പരസ്യങ്ങൾ കണ്ടിട്ടുള്ള അല്ലാണ്ട് ഈ ടിൻഡർ, ബംബിൾ, ഈ സാധനമൊക്കെ ശരിക്കും ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ അതിനൊക്കെ പേരുകളും അതിനകത്ത് എന്താ നടക്കുന്നുള്ളത് ശരിക്കും ഇവരൊക്കെ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അറിയില്ല, ടു ബി ഫ്രാങ്ക് അറിയില്ല, ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ആകെ അറിയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, വാട്സാപ്പ്, പിന്നെ ക്ലബ് ഹൗസ്, ഇത്രയാണ് അറിയുന്നത്. വേറെ ഒരു ആപ്ലിക്കേഷനും അങ്ങനെ അറിയില്ല. ഈ പറയുന്ന രീതിയിലുള്ള ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ് അങ്ങനെ വേറെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഫസ്മിനെ എല്ലാം അറിയാമെന്നുള്ളതാണ്. ടിൻഡർ എന്താണ് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്മിന. അപ്പോൾ ഡിഫമേഷനെ കുറിച്ചും ഫസ്മിനയ്ക്ക് വളരെയധികം ജ്ഞാനമുണ്ട്. നല്ല കാര്യമാണ്, ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നിട്ടാണ് ഈ പണി കാണിച്ചതെന്നുള്ളതാണ്. ഇനി കേസ് വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നാലെയല്ലേ അറിയുള്ളൂ. ബ്രേക്കപ്പ് ആയ ടൈമിൽ കുറേ പേരെടുത്തിട്ട് കുട്ടി ആഘോഷിച്ച് എന്നെപ്പറ്റി ഇല്ലാത്ത കുറേ ഇപ്പോഴും പറയുന്നുണ്ട്, എന്നെപ്പറ്റി ഇല്ലാത്ത എന്നോട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ വിളിച്ചു പോകുന്നുണ്ട്. ആൻഡ് അതിനൊന്നും വർക്കാവാത്ത ഡിഫമേഷൻ, അതായത് ഇല്ലാത്ത കാര്യം ഒരാളെ പറ്റി പറഞ്ഞിട്ട് പോലും ഡിഫമേഷൻ ഒരു പരിധി വരെ വർക്ക് ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ എങ്ങനെയാണ് ഡിഫമേഷൻ വർക്ക് ആവുക? അതാരടാ ഇല്ലാത്ത കാര്യം പറഞ്ഞത്? ലല്ലുവിൻ്റെ കേസ് ഫസ്മിന തന്നെയല്ലേ വന്നിരുന്ന് വിളമ്പിയത്, നാട്ടുകാരല്ല. ലല്ലു അങ്ങനെയാണ്, ലല്ലു എങ്ങനെയാണ്, ഫസ്മിനെക്കുറിച്ച് ലല്ലുവും വന്നിരുന്ന് പറഞ്ഞു ഇല്ലേ? അതങ്ങനെ ഇല്ലാത്തതാവുന്നത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞ സംഭവത്തെക്കുറിച്ച് നാട്ടുകാരെടുത്ത് വെച്ച് സംസാരിച്ചു, അതെങ്ങനെ ഇല്ലാത്ത കേസാവുന്നത്? എനിക്കറിയില്ല. നിങ്ങൾ തന്നെയാണ് പറയുന്നത്, മാറ്റി പറയുന്നത് നിങ്ങൾ തന്നെയാണ്. എനിക്കറിയത്തില്ല അക്ബറെ, താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് PR, യു ഹാവ് എ ലോട്ട് ഓഫ് ഫാൻസ്. താങ്കളൊരു നല്ല പാട്ടുകാരനാണ്, അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. ആൻഡ് ഐ നോ വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് വരും എന്നും എനിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ഞാൻ ഇനി മുന്നോട്ടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ആരെന്ത് വന്നിൻ്റെ അടുത്ത്. അതുപോലെയാണ് മറ്റുള്ളവരും. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കും. അവിടെ ഫസ്മിന ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും. അതിന് കുരു പൊട്ടിട്ട് കാര്യമുണ്ടോ മോളെ? അതിന് വന്നിരുന്നിട്ട് കൊണയ്ക്കുന്നു, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയാണോ? അപ്പോൾ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കൊണയടിയ തന്നെയല്ലേ? നീ സംസാരിക്കുമ്പോൾ അത് സംസാരവും, മറ്റുള്ളവർ നിന്നെ എതിർക്കുമ്പോൾ അത് കൊണയടിയും. അത് കൊള്ളാമല്ലോ. ഈ വാക്ക് ഞാൻ പറയാൻ കാരണം ഇതിനകത്ത് പറയുന്നത്, ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. 22 മിനിറ്റുള്ള വീഡിയോക്കകത്ത് ആകെ എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് മാത്രമാണ് കാര്യം സംസാരിക്കുന്നത്. ബാക്കി മുഴുവൻ പുച്ഛത്തോട് പുച്ഛം. എനിക്കൊന്നും അനന്ത് ഒരാളെ ഉച്ചിഷ്ടേച്ചി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇപ്പം പുച്ചിഷ്ടേച്ചി എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥയാണ്. പുച്ഛമാണ്, കംപ്ലീറ്റ് പുച്ഛമാണ്. സബ്സ്ക്രൈബേഴ്സിനോട് പുച്ഛം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് പുച്ഛം, എല്ലാവരോടും അയമയ്ക്ക് പുച്ഛമാണ്. അക്ബറിൻ്റെ കേസ് എന്താണെന്ന് അറിയില്ല. ഇനി സൈബർ കേസാണ്, അത് ഏത് കാലത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഫസ്മിനെ ചെയ്യേണ്ടിയിരുന്നത്, ഫസ്മിന ഇതുപോലൊരു സിറ്റുവേഷൻ കൂടി കടന്നു പോയ ഒരാളാണ്. അപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഫസ്മിനയ്ക്ക് അറിയാം. അവിടെ ഫസ്മിന ചെയ്യേണ്ടിയിരുന്ന കാര്യം, ആ പെൺകുട്ടീനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ആ കുട്ടിയോട് പറയണമായിരുന്നു. താൻ ചെയ്തത് അതല്ല. താൻ അതിനെ കോണ്ടൻ്റാക്കി മാറ്റി പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പോൾ അവരുടെ ഫാമിലിയെ ബാധിച്ചു, ആ വ്യക്തികളെ ബാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു, തെറ്റാണ്, ഓക്കെ. പക്ഷേ അതിനകത്ത് ബലിയാടാക്കപ്പെട്ടത് ആ പെൺകുട്ടിയും കൂടിയാണ്. പബ്ലിക്കിൽ കിട്ടപ്പോൾ തനിക്കുണ്ടായത് ഈ പറയുന്ന മോണിറ്ററി ബെനിഫിറ്റ് എന്നതിലുപരി വേറെന്ത് കിട്ടി? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കോണ്ടൻറ്റ്, അതിലപ്പുറം വേറെന്താ ഉണ്ടായത്? പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടത്, ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ ലൈഫായിരിക്കും. ഡോക്ടർ ഷെറിൻ ഖാൻ, അവർക്ക് അക്ബറിന് മനസ്സിലാവുമായിരിക്കും, അവരുടെ ഫാമിലിക്ക് ചിലപ്പോൾ എത്രമാത്രം മനസ്സിലാവണമെന്നില്ല.
അപ്പോൾ ആ പെൺകുട്ടി ഒരു പക്ഷേ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങൾ ഇനി അത് ഫാമിലിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അങ്ങനെയല്ല എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടി ഫേസ് ചെയ്യും. ഇതിനെക്കുറിച്ച് ഫസ്മിന ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അക്ബറിൻ്റെ കേസ് മാറ്റി നിർത്ത്. ഷെറിൻ ഖാനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു നിമിഷമെങ്കിലും മനസാക്ഷിയുള്ളൊരു പെണ്ണാവണമായിരുന്നു. മനസ്സിലായോ? ഞാൻ പെട്ടു, എന്നെ ഒരുത്തൻ ചീറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് വേറൊരുത്തൻ്റെ സംഭവം കണ്ടപ്പോൾ അതങ്ങ് ചെയ്തേക്കാം എന്നങ്ങ് വിചാരിച്ചു, അതങ്ങ് കോണ്ടൻ്റ് ആക്കിയേക്കാം എന്നങ്ങ് വിചാരിച്ചു. അതിന് നാട്ടുകാർ എതിർത്തപ്പോൾ ഫസ്മിനയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. താൻ പറയുന്നതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് അംഗീകരിച്ച് തരണം. നടക്കത്തില്ല. താൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും, അതിനൊരു സംശയവും വേണ്ട. നമുക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞ 22 മിനിറ്റ് ഉണ്ട്. അതെടുത്ത് വെച്ച് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോ നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ആ വീഡിയോ ഒന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ ഫസ്മിന ഇതിൻ്റെ അടുത്തൊരു പാർട്ടുമായിട്ട് വരുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരെ റോസ്റ്റ് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ എന്തിനോ വേണ്ടി. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി സംസാരിക്കാനുണ്ടാവും തോന്നുന്നു. നമ്മൾ വേഗം വരണേ, അധികം സമയമില്ല കാത്തിരിക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് വരണം. ഫാൻസുകാരല്ലേ ബഹളം ഉണ്ടാക്കുന്നത്, ഫസ്മിന മറുപടി കൊടുക്കണം, ഫസ്മിന എന്താ മിണ്ടാതിരിക്കുന്നത്, പേടിച്ചു പോയി എന്നൊക്കെ പറയുന്ന ഫാൻസുകാരല്ലേ. പെട്ടെന്ന് വരണം. ഫാൻസുകാരെ ബുദ്ധിമുട്ടിക്കരുത്, ഫാൻസുകാരെ വിഷമിപ്പിക്കരുത്, പെട്ടെന്ന് വരണം. സോ ഫസ്മിനെക്കുറിച്ചും നമ്മുടെ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.